എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് പേര് ഒക്കെ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ക്ലാസ് ഇടാത്ത, ക്ലാസ് ഇടുന്നില്ലേ, ക്ലാസ് നിർത്തിയോ, വീഡിയോസിന് വ്യൂസ് കുറവായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല കാര്യം. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അതാണ് വീഡിയോസ് ഇടാതിരുന്നത്. പിന്നെ ആ ബിസി മാറി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര മടിയായിപ്പോയി. സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട്, മടി പിടിച്ചിരിക്കുന്നവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് മടിയായിപ്പോയി. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ തിരിച്ച് ആ ട്രാക്കിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ PSC പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ പഠിത്തത്തിനൊരു ചെറിയ ഗ്യാപ്പ് ഇടുമ്പോൾ പിന്നെ പഠിച്ചാലും നമുക്കത് കിട്ടും, പക്ഷേ നമുക്ക് ആ പഠിച്ച് തുടങ്ങാൻ സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങളൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഡെയിലി ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളതിലേക്ക് വരാൻ നോക്കുമ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുതന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ബിസിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതന്നെ മടി വന്നു. ആ മടി മാറ്റി വയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. കുറേ പേരൊക്കെ അന്വേഷിച്ചു, അവരോടൊക്കെ നന്ദി. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ മോഡലിലുള്ള ചോദ്യങ്ങളും കൂടിയും പറയാം, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് തന്നെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യ ഏത്? നമ്മൾ ഈ ചോദ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? എന്താണ്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 വര വരച്ചു. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 വര വരച്ചു. അപ്പോൾ ഇനി എന്നിട്ട് ഞാൻ നോക്കുകയാണ്, തന്നിട്ടുള്ളത് 5 എണ്ണൽ സംഖ്യകളുടെ തുക 300. തുകയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തുക എണ്ണമുള്ള ഇക്വേഷൻ എന്താ ഉള്ളത്? അത് തന്നെ ശരാശരി എന്താ? തുക ബൈ എണ്ണമാണെന്ത്? ശരാശരി എന്ന് പറയുന്നത്. ഇനി അതും ഇതും തമ്മിലുള്ള ബന്ധം, ഈ ചോദ്യത്തിലേക്കുള്ള ബന്ധം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല ചോദ്യങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, അതുപോലെ ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ, ആ വാക്ക് ശ്രദ്ധിക്കുക, തുടർച്ചയായ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ അതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ, ഈ തുടർച്ചയായ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണത്? ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചാലും മതി. സമാന്തര ശ്രേണിയാണെങ്കിൽ, അപ്പോൾ പക്ഷേ കൂട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഈ എണ്ണൽ സംഖ്യ സമാന്തര ശ്രേണിയാണെന്ന് അറിയണം, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, ഇതൊക്കെ എന്താണ്? സമാന്തര ശ്രേണിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യയായിരിക്കും. എന്താണ് അപ്പോൾ പഠിക്കേണ്ടത്? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ? എങ്കിൽ നോക്ക്, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. നമുക്ക് തന്നിട്ടുണ്ട് തുക 300 ആണ്. ഹരിക്കണം എണ്ണം എത്രയാ? 5 ആണ്. 300 ഹരിക്കണം 5 നമുക്കറിയാം എത്രയാ? 60 ആണ്. 300നെ 5 കൊണ്ട് ഹരിച്ചാൽ ആണല്ലോ. അപ്പോൾ ഈ നടുക്കത്തെ സാധനം എത്രയായിരിക്കും? 60. നടുവിലുള്ളത് ആരാണ്? 60 ആണ് നടുക്കത്തത്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഏറ്റവും വലിയ സംഖ്യ. ഇത് 60 ആണെങ്കിൽ എണ്ണൽ സംഖ്യകളാണല്ലോ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 61. ഇത് 62. വലിയ സംഖ്യ ഏതാ? 62. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി എങ്ങാനും നിങ്ങളോട് ചെറിയ സംഖ്യയാണ് ചോദിച്ചു വെച്ചാൽ എന്ത് ചെയ്താൽ മതി? 59, 58. ചെറുതാണെന്നുണ്ടെങ്കിൽ 58 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയാം. ഇത് കണ്ടുപിടിക്കാൻ വേറൊരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. ശരാശരി വെച്ചിട്ട് ഷോർട്ട് കട്ട് കൂടിയുണ്ട്. പക്ഷേ ആ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഈ സമയം ചിലവാക്കാനൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ കേസിൽ ഇവിടെ 5 അല്ലേ,
ഈ നമ്മൾ ശരാശരി ആദ്യം കാണാം. ശരാശരി എന്ന് പറയുന്നത് ശരാശരി ആദ്യം നമ്മൾ കണ്ടു, എത്രയാണ് 60 നമ്മൾ കണ്ടു. എന്നിട്ട് ഇത് വരയ്ക്കാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണം എത്ര 5 എടുക്കുന്നുണ്ടെങ്കിൽ 5-ൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര 5-ൽ നിന്ന് 1 കുറച്ചാൽ 5-ൽ നിന്ന് 1 കുറയ്ക്കുക എത്രയാ 4. ഈ 4ൻ്റെ പകുതി എടുക്കുക 4/2. അതെത്രയാ 2 അല്ലേ? അത് ഇതിനോട് കൂട്ടിയാൽ എന്ത് കിട്ടും? വലിയ സംഖ്യ കിട്ടും. ഈ 60-ൽ നിന്ന് ആ ശരാശരിയിൽ നിന്ന് ഈ 2 കുറച്ചാൽ എന്ത് കിട്ടും? ചെറിയ സംഖ്യ കിട്ടും. ആ രീതിയിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, മനസ്സിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനൊന്നും നിൽക്കണ്ട, മറന്നു പോകാതിരിക്കാൻ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും സിമ്പിൾ. നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളൊന്നും ഒക്കെ എന്താ വെച്ചാൽ അത് പഠിച്ചു വരുന്ന ആളുകളേ ഉള്ളൂ, അല്ലാത്ത ആളുകൾ ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ പഠിക്കുക. നിങ്ങൾ കുറേ പ്രോബ്ലംസൊക്കെ ചെയ്ത് നല്ല തറവായി കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ഒരു ചോദ്യം നോക്കൂ. 82ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? അപ്പോൾ ഭിന്നസംഖ്യാ ജോഡികൾ നോക്കുമ്പോൾ 1/2, 1/2, 2/3, 1/3, 5/11, 4/11, 7/15, 8/15. ഇതൊക്കെയാണ് എന്ത് ഭിന്നസംഖ്യാ ജോഡികളായിട്ട് തന്നിട്ടുള്ളത്. തുക 1 വരാത്തത് ഏത്? ഇതറിയാൻ വേണ്ടിയിട്ട് ആദ്യം അറിയേണ്ട സാധനം എന്താ? നമുക്ക് ഭിന്നസംഖ്യകളെ കൂട്ടാൻ പഠിക്കണം അല്ലേ. ഭിന്നസംഖ്യകളെ കൂട്ടാൻ പഠിക്കണം. അതിലും സിമ്പിളായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാരണം എന്താ, ഇതിൻ്റെയൊക്കെ ഛേദങ്ങൾ തുല്യ ഛേദങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. 11, 11, 15, 15. അപ്പോൾ എന്താ, ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണ് എങ്കിൽ നമ്മൾ ചെയ്യുകയാണ് 1/2 കൂട്ടണം 1/2. അതൊന്ന് കിട്ടുമെന്നല്ലേ അറിയേണ്ടത്. അത് ചെയ്യാതെ തന്നെ ചെയ്യാം. എങ്കിൽ കൂടി ഛേദങ്ങൾ തുല്യമാണെങ്കിൽ, ഇവിടെ 2 തുല്യമല്ലേ, അതല്ലേ ഛേദം. താഴെ എഴുതുന്നതാണ് ഛേദം. തുല്യമാണെങ്കിൽ എന്തെഴുതുക, അത് അതേപോലെ എഴുതുക. എന്നിട്ട് മേലെ എന്താ, ഈ 1ഉം 1ഉമില്ലേ, അത് നേരെ എഴുതി കൂട്ടിയാൽ മതി. 1 + 1, 1 + 1 എത്രയാ 2. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാ 1 അല്ലേ. 2 കൊണ്ട് ഹരിച്ച 1 അല്ലേ. എങ്കിൽ ഇത് നോക്കൂ, 2/3 + 1/3 ചെയ്താൽ എത്ര കിട്ടുക? അതാ നോക്കൂ, ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഛേദം അതുപോലെ അങ്ങ് എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, മേലെയുള്ളത് നേരെ കൂട്ടുക. 2 + 1 3, 3/3 എത്രയാ 1 തന്നെയല്ലേ. അപ്പോൾ അതും 1 തന്നെ ഒന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഭിന്നസംഖ്യാ ജോഡികൾ, തുക 1 തന്നെ വന്നു അല്ലേ. ഇനി അടുത്ത് നോക്കാം. 5/11 + 4/11 + 4/11 എത്ര വരിക? ഇതാ ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ അതുപോലെ എഴുതി. മേലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 + 4 എത്ര കിട്ടുന്നത്? 9. 9/11 ഇവിടെ വന്നേക്കുന്നത്. ഇത് 1ന് തുല്യമാണോ? അല്ല. ഇവിടെ 1ന് തുല്യമാണെന്നുണ്ടെങ്കിൽ എത്ര വന്നേനെ? 11/11 വരേണ്ടത്. അപ്പോഴല്ലേ 1 കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റവും കൂടി നോക്കി നോക്കാം. 7/15 കൂട്ടണം 8/15. ഇവിടെ നോക്കൂ, ഛേദങ്ങൾ തുല്യമല്ലേ. അപ്പം ഛേദം അതുപോലെ എടുത്തെഴുതാലോ. ഇനി പറ, 7ഉം 8ഉം കൂട്ടിയാൽ എത്രയാ? 15. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 1. അപ്പോൾ ഇതും എന്താണ്, ഉത്തരം 1 വരിക. മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 36 ലിറ്ററാണ്. അതിൽ ആദ്യം തന്നെ എന്തുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നമുക്ക് ആദ്യം കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. സാധാരണ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്തു നോക്കാം. ഇത് മൊത്തത്തിലുള്ള ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 36 ലിറ്ററാണ് എന്ത്, ഇതിൻ്റെ മൊത്തം 36 ലിറ്ററാണ്. ഈ ടാങ്കിൻ്റെ മൊത്തത്തിൽ 36 ലിറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് എന്തുണ്ട്, 3/4 ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ആദ്യം കുറച്ച് വെള്ളമുണ്ട്. ഇതിലെന്ത് ചെയ്തു, കുറച്ച് വെള്ളം കൂടി 20 ലിറ്ററും കൂടി എക്സ്ട്രാ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ആദ്യം ഇത്ര വെള്ളമുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് എത്ര, ഇത് 20 ലിറ്ററാണ്. 20 ലിറ്ററും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായി എന്നാണ് പറഞ്ഞേക്കണേ, 3/4 ഭാഗം 3/4 ഭാഗം നിറഞ്ഞു എന്നാണ് പറഞ്ഞേക്കണേ. ചോദ്യത്തിൽ അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ എന്താണ്, ആദ്യം എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, ആദ്യം ഈ ഭാഗത്ത് എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കണം.
ഈ 3/4 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൊത്തത്തിൽ എത്രയാണ്? 36 മൊത്തത്തിൽ 36 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3/4 ഭാഗം കണ്ടാൽ പോരെ 3/4 കാണാൻ? ഇൻറ്റു 3/4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 9 4 36 27 ലിറ്ററാണ് എന്ത് ഈ 3/4 എന്ന് പറഞ്ഞാൽ. അതായത് 3/4 ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം നിറഞ്ഞു പറഞ്ഞാൽ 27 ലിറ്ററായി മൊത്തം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ 20 ലിറ്റർ വെള്ളം കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എത്ര ആദ്യം ഉണ്ടായിരുന്നെന്ന് കാണാൻ ഈ 27ൽ നിന്ന് ആ 20 കുറച്ചാൽ മതി. അപ്പോൾ ആദ്യം എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ വെള്ളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ എ 7 ലിറ്റർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എക്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി നോക്കാം. ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക? എക്സ് എന്തായിട്ട് എടുക്കുക? ആദ്യം ഉണ്ടായിരുന്ന വെള്ളമായിട്ട് എടുക്കുക. ആദ്യം ഉണ്ടായിരുന്ന വെള്ളമായിട്ട് എന്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല, അതെന്താണ് എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ കൂടെ ഈ 20 ലിറ്റർ, ഇതെന്താണ്? എക്സ് ലിറ്ററാണ് കേട്ടോ. ആദ്യം എക്സ് ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, അതിനോട് എന്ത് ചെയ്യുന്നു? 20 ലിറ്റർ വെള്ളം കൂടി കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ എന്തായി എന്നാണ് പറഞ്ഞേക്കണത്? അത് 3/4 ഭാഗം ആയി എന്നാണ് പറഞ്ഞേക്കണേ. എന്തിൻ്റെ 3/4? ദേ ഈ 36 മൊത്തം 36ൻ്റെ 3/4 ഭാഗമായി എന്നാണ് പറഞ്ഞേക്കണേ. ഇതാണ് ചോദ്യം. ചോദ്യം ഒരു തവണ കൂടി ഞാൻ പറയാം. എന്താ പറഞ്ഞേക്കണത്? നമ്മൾ എക്സ് എന്താണ് എടുത്തത്? ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ എക്സ് ലിറ്ററിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഈ 20 ലിറ്ററും കൂടി ഒഴിച്ചപ്പോൾ അത് എത്രയായി എന്നാണ് പറയണത്? 3/4 ഭാഗം എന്തിൻ്റെ? ഈ മൊത്തം കപ്പാസിറ്റീൻ്റെ. അപ്പോൾ 36ൻ്റെ 3/4 ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ദയ വെട്ടി ചെറുതാക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടി? എക്സ് പ്ലസ് 20 സമം 9 27 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ എക്സ് കിട്ടണ്ടേ? എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 27 സമത്തിൻ്റെ അപ്പുറം അത് അതുപോലെ നിർത്തുക. ഇവിടെ എന്താ? +20. +20 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ -20. +20 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ -20. അപ്പോൾ ഉത്തരം എത്രയായിരിക്കും? 27 ന്ന് 20 പോയാൽ 7 ലിറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ എ 7 ലിറ്റർ. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഈ പൂർണ്ണവർഗം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ വരും. പക്ഷെ നിങ്ങൾ നോക്ക്, നിങ്ങളൊന്ന് ഓപ്ഷൻസ് നോക്ക്. 5³ 5⁴ 5⁵5 5⁵7. നിങ്ങൾ ഏതാ കുത്തുക? ഞാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോഡ് 1 ഔട്ട് 5⁴4 കുത്തും അല്ലേ? കറക്കി കുത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതേ കുത്തുള്ളൂ. കാരണം അത് മാത്രം എന്തോ ഒരു പ്രത്യേകത, അത് മാത്രം അതിൻ്റെ പവറിൽ വന്നേക്കുന്ന ഈ 4 എന്ന് പറയുന്ന സംഖ്യ എന്താ? ഇരട്ടസംഖ്യയാണ് അല്ലേ? ഇരട്ടസംഖ്യയാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പറാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അത്ര നോക്കിയാൽ മതി. പൂർണ്ണവർഗമാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? തന്നേക്കുന്നതിൻ്റെ പവർ, തന്നേക്കുന്ന സംഖ്യേൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇരട്ടസംഖ്യയാണോ നോക്കുക. അത്ര നോക്കിയാൽ മതി. ശരിക്ക് പൂർണ്ണവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ എന്നാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ 5 സ്ക്വയർ 10 സ്ക്വയർ അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ത്? പൂർണ്ണവർഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നിടത്ത് തന്നെ നമുക്ക് എന്തു പറയാം? ഈ 5⁴4 നമുക്ക് എങ്ങനെ എഴുതാം? 5² ഹോൾ പവർ 2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പൂർണ്ണവർഗമാവുന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എന്താണ്? പവറിൽ എന്ത് വരുന്നുണ്ടോ നോക്കുക, ഇരട്ടസംഖ്യയാണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പൂർണ്ണവർഗം ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ 5⁴6 ആണെന്ന് വിചാരിക്കുക. 5⁴6 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5³ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈ 5³ എന്ന് പറയുന്നത് എത്രയാണ്? 125. 125 സ്ക്വയർ എന്നായിട്ട് ആ ചോദ്യത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പൂർണ്ണവർഗമാണ്. മനസ്സിലായല്ലോ? അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം ഇത് മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്ത്? പൂർണ്ണവർഗം എന്തായിരിക്കും? അത് ഒരു സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5⁴4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണവർഗം ആക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 5² ഹോൾ പവർ 2, അതായത് 25 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5⁴4 നമ്മൾ എന്താക്കിയിട്ട് എടുക്കുന്നത്? പൂർണ്ണവർഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്തായിരിക്കും പൂർണ്ണവർഗം? അതിൻ്റെ പവേഴ്സ് നോക്കുക, പവർ നോക്കുക. പവർ എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. ആണെങ്കിൽ അതൊരു പൂർണ്ണവർഗമായിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില.
30 കിലോഗ്രാം ആപ്പിളിനും 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്ന ഒരാളാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപ. അപ്പം 3 കിലോഗ്രാം ആപ്പിളിന് എത്ര റുപ്യാവും? 3 ഗുണിക്കണം 180. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? ആകെ എത്ര രൂപയാവും എന്നല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? 4 കിലോഗ്രാം ഓറഞ്ചിന് 4 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 1 കിലോഗ്രാമിന് എത്രയാ? 60. 4 ഗുണിക്കണം 60 ചെയ്താൽ മതിയല്ലോ. 4 ഗുണിക്കണം 60 ചെയ്താൽ പോരെ? സിമ്പിൾ ചോദ്യം അല്ലേ? എന്താണ് ആകെ എത്ര രൂപയാകുന്ന? അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടിയാൽ മതി. അപ്പം 3 × 180 എന്ന് പറഞ്ഞാൽ എത്രയാ? 540 അല്ലേ? 3 × 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 540 ആണ്. അതുപോലെ 4 × 60 6 4 24 അല്ലേ? അപ്പോൾ എത്രയാ? 240 ആണ്. 540 കൂട്ടണം 240, ഡയറക്റ്റ് കൂട്ടാലോ. 5 × 2 7, അപ്പോൾ 780 രൂപ. എന്താ ഉത്തരം? 780 രൂപ. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി 780 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം അല്ലേ? നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിയാൽ മതി. നമ്മൾ അങ്ങനെ സമയമില്ലല്ലേ നമുക്ക് അതിനൊന്നും കടയിൽ പോയി സാധനം വാങ്ങാൻ. ഇത് മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 കിലോഗ്രാമിന് വില തന്നിട്ടുണ്ട്, 2ൻ്റെ 1 കിലോഗ്രാമിൻ്റെ വില തന്നിട്ടുണ്ട്. 3 കിലോഗ്രാമിന് എത്രയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കിലോഗ്രാമിന് 180 ആണെന്നുണ്ടെങ്കിൽ 3 കിലോഗ്രാമിന് എത്രയായിരിക്കും? 3 × 180. 4 കിലോഗ്രാമിന് അപ്പോൾ എത്രയായിരിക്കും? 4 × 60. അത് രണ്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ആകെ 780 എന്ന് കിട്ടി. അതായിരിക്കും നമ്മുടെ ഉത്തരം. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മൾ കുറേ തവണ ചെയ്ത ചോദ്യമാണ്. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? ഇത് ഏത് രീതിയിൽ വേണേലും ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു രീതി പറയാം, നിങ്ങൾക്ക് വേറെ രീതി അറിയുമായിരിക്കും. നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാക്കുന്നു, നമ്മുടെ ഡയഗ്രം ഓർമ്മയുണ്ടാവണം. DST. ഡി എന്താ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. എസ് എന്താ? സ്പീഡ് അല്ലെങ്കിൽ വേഗത. ടി എന്താ? സമയം അല്ലെങ്കിൽ ടൈം. അറിയാലോ? ഇതാണ് നമ്മൾ ഡയഗ്രാം. ഇതിൽ നമുക്ക് വേണ്ട എന്താ നമുക്ക് നോക്കാം കേട്ടോ. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ. അപ്പോൾ വേഗത എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. അത് ശ്രദ്ധിക്കണം. 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ദൂരം എത്രയാണ്? 36 കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 36 കിലോമീറ്ററിലാണ് ദൂരം തന്നിട്ടുള്ളത്. വേഗത എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ വേഗതയെ km/h മാറ്റുക, അല്ലെങ്കിൽ ദൂരത്തെ മീറ്ററിലേക്ക് മാറ്റുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വേഗതയെ km/h മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വേഗത മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ എന്ത് ഞാൻ ചെയ്യണം? അതിനെ 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? 20നെ 18/5 കൊണ്ട് ഗുണിക്കുകയാണ്. 20നെ 18/5 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ചെയ്യാം. വെട്ടിച്ചെറുതാക്കിയപ്പോൾ 4 കിട്ടി. 18 × 4 എത്രയാ? 36 72 km/h എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ വേഗത എത്രയാണ്? 72 km/h. ദൂരം എത്രയാണ്? 36 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ? ഇനി നമുക്കപ്പോൾ എന്താ വേണ്ടേ? സമയം. എത്ര സമയം എടുക്കുന്ന ചോദിച്ചിരിക്കണേ. ഇതേ ഈ ടി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്ക്, ഡി ദൂരം ബൈ സമയം, ദൂരം ബൈ സ്പീഡ്, വേഗത. അപ്പോൾ നമുക്ക് വേണ്ടത് സമയം എന്ന് പറയുന്നത് എന്താണ്? ദൂരമായ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, വേഗത അല്ലേ? ദൂരം എത്രയാ? 36 കിലോമീറ്ററാണ്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എത്രയാ? 72 km/h. ഇത് വെട്ടിച്ചെറുതാക്കിയാൽ എത്ര കിട്ടും? 1/2 മണിക്കൂർ. മണിക്കൂറിലാണ് കിട്ടിയേക്കണേ. ഒന്നും അറിയാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? 30 മിനിറ്റാ. ഇനി ഒന്നും ചെയ്യണ്ട, നേരെ 30 മിനിറ്റ് അടിച്ചാൽ മതി. സാധാരണ മലയാളത്തിൽ ക്ലോക്കിൽ നോക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? 30 മിനിറ്റായി നമുക്കറിയാം അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യണം? 1/2 മണിക്കൂറിനെ മിനിറ്റാക്കാൻ എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റാക്കാൻ എന്ത് ചെയ്യണം? അതിനെ 60 കൊണ്ട് ഗുണിക്കണം. 60 കൊണ്ട് ഗുണിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു വെക്കണേ.
മണിക്കൂറിനെ മിനിറ്റാക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 2ഉം ഈ 60ഉം വെട്ടി 30 എന്ന് നമുക്ക് കിട്ടും. 30 മിനിറ്റ്. 30 മിനിറ്റാണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കണേ. സിമ്പിൾ ചോദ്യമാണ്. വലിയ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് 25/2 എന്ന് പറഞ്ഞാൽ എന്താ? 25നെ 2 കൊണ്ട് ഹരിക്കണം എന്നാണ്. ആണല്ലോ. 25നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 12.5. 25നെ 2 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 25ന്ന് 1 കുറയ്ക്കുക. എത്ര? 24. 24നെ 2 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതാണെന്ത്? 12. എന്നിട്ട് നോക്ക്, ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. 25നെ ഞാൻ എങ്ങനെ എഴുതി? 24 + 1 എന്ന് എഴുതി. അപ്പോൾ 24നെ ഹരിച്ചപ്പോൾ 12 എന്ന് കിട്ടി. ഇനി 1ൻ്റെ പകുതി എത്രയാ? 1ൻ്റെ പകുതി എത്രയാ? 0.5. അതാണ് ഞാൻ 12.5 എന്ന് പെട്ടെന്ന് എഴുതിയത്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്ക്, 125/10 പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് പോയി അടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഈ 1.25ൻ്റെ ഇത് നോക്കിയിട്ട് നേരെ പോയിട്ട് 125/10 പോയി അടിക്കാൻ സാധ്യതയുണ്ട്. നോക്ക്, 125നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം, ഒറ്റയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് എത്രയാ? 12.5. എത്രയാണ്? 12.5. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇവിടെ 125നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എത്ര പൂജ്യം? ഒരു പൂജ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടും. എത്ര പൂജ്യം എന്ന് നോക്കിയിട്ടാണ് ഇവിടെ പോയിന്റ് എത്ര സ്ഥാനം നോക്കണേ. ഇപ്പം 2 പൂജ്യമാണെന്നുണ്ടെങ്കിൽ 2 സ്ഥാനം മാറ്റിയിട്ടേനെ. 3 പൂജ്യം ഉണ്ടായിരുന്നെങ്കിൽ 3 സ്ഥാനം മാറ്റിയിട്ടേനെ. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്തത് 5/2. 5ൻ്റെ പകുതി എത്രയാ? 2.5. അത് സാധാരണമാതിരി കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 + 1 അല്ലേ? 4 + 1 അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇങ്ങനെ ചെയ്യണം എന്നല്ല. മനസ്സിൽ ചെയ്യണതൊക്കെ. 4ൻ്റെ പകുതി എത്രയാ? 2. 1ൻ്റെ പകുതി എത്രയാ? 0.5. 2.5. സിമ്പിളല്ലേ? അടുത്ത് നോക്ക്. ഇത്രയായി കഴിഞ്ഞാൽ തന്നെ അറിയാം എന്ത്. ഇനി ഉത്തരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് 5/4 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്താൽ മതി? 5/4 ഉത്തരം എഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 5നെ 4 കൊണ്ട് ഹരിക്കുക. എത്രയാ? 1 4 4 ശിഷ്ടം 1. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ ആണല്ലോ? എത്രയാ? 2 4 8 ശിഷ്ടം 2. ഇവിടെ ഒരു 0 ഇട്ടു. I 4 20. സാധാരണ പരിഹരിച്ചാൽ മതിയെന്നേ. നമ്മുടെ ഉത്തരം എത്ര? 1.25 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ഡി 5/4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സിമ്പിളായിട്ട്. അതായത് ഇത് 3ഉം ചെയ്തു, ഇത് 3ഉം അല്ലാന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തായിരിക്കും എപ്പോഴും ഉത്തരം? അപ്പോൾ അടുത്ത ഡിയേ ഉള്ളൂ, അതായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ചെയ്യാൻ നിൽക്കണോ? വേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം നോക്കുക. ഈ മോഡൽ ചോദ്യം നമ്മൾ കുറേ തവണ ചെയ്താണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി എന്നാണ് പറഞ്ഞേക്കണേ. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോഴെങ്ങനെ ചെയ്യും? അറിയാം അല്ലേ? സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 100% എടുക്കണം എന്ന് നമ്മളെപ്പോഴും പഠിക്കാറുണ്ട് അല്ലേ? നമ്മൾ ലാഭവും നഷ്ടത്തിലും ആദ്യം പഠിച്ച സാധനം അതല്ലേ? അപ്പോൾ ഇനി നോക്ക്, ഇവിടെ തന്നേക്കുന്ന ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണത്? 10% നഷ്ടമാണ്. അതായത് 100ന്ന് എത്ര കുറയ്ക്കുക? 10% കുറയ്ക്കുക. അപ്പോൾ ഈ 90% എന്ന് പറയുന്നതാണ് എന്ത്? ഈ 2070 എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അടുത്തത് എന്താ ചോദിച്ചേക്കണേ? 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ആ ആർട്ടിക്കിൾ എത്ര റുപ്യയ്ക്ക് വിറ്റാലാണ് നമുക്ക് 5% ലാഭം കിട്ടുക എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാഭമാണ് അവിടെ. അപ്പോൾ നമ്മൾ എത്ര ചെയ്യണം? 100ൻ്റെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അല്ലേ? എത്ര കൂട്ടണം? 5% കൂട്ടണം. അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 105% എത്രയാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇത്ര എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടത്? ക്രോസ് ഗുണിക്കണം അല്ലേ? 105 ഈ 2070 ഗുണിക്കണം. ക്രോസ് ഗുണിച്ചാൽ 2070 ഗുണിക്കണം 105. കഴിഞ്ഞോ? ഇല്ല. ഡിവൈഡഡ് ബൈ ആരാ? ദേ ഒറ്റയ്ക്ക് നിൽക്കുന്ന 90. ഒറ്റയ്ക്ക് നിൽക്കുന്ന
90. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദേ ഈ 105% എത്രയാന്ന് കിട്ടും. കിട്ടില്ലേ? ചെയ്യാലോ. ഇനി ഈ പൂജ്യവും വെട്ടിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 207നെ 9 കൊണ്ട് ഹരിക്കാം. 207നെ 9 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഹരിച്ചോ. 207നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോന്ന് എങ്ങനെ നോക്കാം? ഇതാക്കുന്ന അതിൻ്റെ സംഖ്യകൾ 207. ഈ 2ഉം 0 7ഉം കൂട്ടുക. എത്ര? 2 കൂട്ടണം 0 2 കൂട്ടണം 7 9. ഈ 9നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പം എന്താണത്? അത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. മനസ്സിലായല്ലോ? ഒരാളും കൂടി പറയാം. ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ 207നെ 9 കൊണ്ട് വെട്ടാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ഈ 207ൻ്റെ അക്കങ്ങളെ കൂട്ടുമ്പോൾ 2 0 7 ഈ അക്കങ്ങളെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? 9ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടണം. മനസ്സിലായല്ലോ? 9ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടണം. 2 കൂട്ടണം 0 കൂട്ടണം 7 ചെയ്താൽ എനിക്ക് എത്ര കിട്ടുക? 9 ആണ് കിട്ടുന്നത്. അതിന് 9ൻ്റെ ഗുണിതാണ് അല്ലേ? 9 9 അല്ലെങ്കിൽ അതിനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനിയാണ് ഞാൻ ഹരിക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കണക്റ്റഡ് ആകുന്നത്. അതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 9 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 9 18 ചെയ്താൽ ഇനി എത്രയാ? 2 7 എത്രയാ? 3 9 27. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 23 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഈ 9ഉം 207ഉം വെട്ടി. എത്ര ഇവിടെ? 23. 23 ഗുണിക്കണം 105. 23 ഗുണിക്കണം 105 ചെയ്യണ്ടേ? ചെയ്യാം. സാധാരണ പോലെ ഗുണിച്ച് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല അല്ലേ? 105 ഗുണിക്കണം 23 ചെയ്താൽ എത്രയാണ് കിട്ടുക? 3 5 15 ശിഷ്ടം 1. ഇവിടെ 0 ആയതുകൊണ്ട് അതേപോലെ ഇറക്കി എഴുതി. ഒരു 3 3 ഈ 5 10 0 ഇട്ടു. ഇവിടെ ഒരു 1 ശിഷ്ടമുണ്ട്. ഇവിടെ 0 അല്ലേ? അത് അതേപോലെ ഇറക്കി എഴുതി. ഇനി 2 × 1 2 5 1 4 2. എന്താണ് ഉത്തരം? 2415 രൂപ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പഠിച്ചല്ലോ? ഓപ്ഷൻ ഡി 2415. ഗുണിക്കാൻ അറിഞ്ഞാൽ മതി. ഗുണിക്കാനും ഹരിക്കാനും അറിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലാഭം നഷ്ടം എന്നുള്ള ഭാഗത്തുനിന്ന് ഒരു ഉത്തരത്തിൽ സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? ലാഭമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 100നോട് കൂട്ടണം. നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? 100ന്ന് കുറയ്ക്കണം. അങ്ങനെ തന്നെയല്ലേ? ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ, നഷ്ടം എന്ന് പറഞ്ഞാൽ കുറവ്. അത് മാത്രം മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് പറഞ്ഞാൽ വിസ്തീർണം ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ദേ ഒരു സമചതുരം ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താ? സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇതൊരു സമചതുരത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാലും അല്ലേ? എല്ലാ വശങ്ങളും സമചതുരത്തിൻ്റെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ആണല്ലോ. നമ്മൾക്ക് എന്താ തന്നിട്ടുള്ളത്? 196 ചതുരശ്ര മീറ്റർ. എന്താണത്? പരപ്പളവാണ്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ വശത്തിൻ്റെ സ്ക്വയർ. സ്ക്വയർ ആണ് എന്ത്? പരപ്പളവ് എന്ന് പറയുന്നത്. അതാണ് 196. നമുക്ക് എന്താ വേണ്ടത്? എ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് എടുക്കണം. 196ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതെത്രയാ? 14 അല്ലേ 196ൻ്റെ സ്ക്വയർ റൂട്ട്? 14 196ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? ഓപ്ഷൻ ബി 14 മീറ്റർ. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചോ ഇത് ഡി. എന്താണ്? വികർണം തന്നിട്ടുണ്ടെങ്കിൽ വികർണം എന്താണ് ഞാൻ പറഞ്ഞത്? ഡി ആണെന്ത്? വികരണത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഡി. വികരണം നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞാൽ, പരപ്പളവിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ്? സമചതുരത്തിൻ്റെ എ സ്ക്വയർ വശം സ്ക്വയർ. അതുപോലെ വികരണമാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ വികരണത്തിൻ്റെ സ്ക്വയർ ബൈ 2 ഡി സ്ക്വയർ ബൈ 2. ഈ 2 ഇക്വേഷനും പഠിച്ചു വെക്കണം കേട്ടോ. എന്തായാലും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. മനസ്സിലായല്ലോ? എ സ്ക്വയർ 196 ആണെന്നുണ്ടെങ്കിൽ എ എന്തായിരിക്കും? അതിൻ്റെ റൂട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കുക. 5 7 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്താണ് അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്?
അത്രേ ഉള്ളൂ. LCM കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ലസാഗു കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 5, 7, 14 എന്നീ സംഖ്യകളുടെ ലസാഗു കാണാനാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ ചെയ്താൽ മതി. 5, 7, 14 ലസാഗു കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 3ലും പോവോ? ഇല്ല. ഇനി അപ്പോൾ 7 പോവോ നോക്കിയാൽ 7 7ലും 14ലും പോകും. അപ്പോൾ 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 അതേപോലെ എഴുതി. 7 ചെയ്തപ്പോൾ 1 കിട്ടി, 14 ചെയ്തപ്പോൾ 2 കിട്ടി. ഇനി ചെയ്യാൻ നിൽക്കണോ? വേണ്ട, ഇതങ്ങ് ഗുണിച്ചാൽ മതി. 7 ഗുണിക്കണം 5 ഗുണിക്കണം 1 ഗുണിക്കണോ? വേണ്ട, 2. ഓക്കെ, ഈ 1 ഗുണിക്കണം. പക്ഷെ നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? 1 കൊണ്ട് ഗുണിച്ചാലും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും എഴുതാത്തത് കേട്ടോ. കൺഫ്യൂഷൻ അടിക്കരുത്. അപ്പോൾ നമുക്ക് 5 × 2 10 × 7 70. എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടിയ? ഓപ്ഷൻ ബി 70 ഉത്തരം. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? LCM കാണാൻ അറിയാലോ എല്ലാവർക്കും. നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ഉത്തരം 70. ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് LCMത്തെ കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വയസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യം 5 വർഷം മുമ്പ്, നമ്മുടെ കീവേഡ് അതാണ്. അതൊന്ന് ഓർത്ത് വെച്ചോ. 5 വർഷം മുമ്പ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചു വയ്ക്കുക കേട്ടോ. എന്നിട്ട് നോക്കുക എന്താണ്? സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സാബു അതുപോലെ ആരാ? ഷീല. അത് നമ്മളെങ്ങനെ എഴുതും? ഇതാണ് നമ്മളെ ശീലം അല്ലേ? സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സ്. എന്താ പറഞ്ഞേ? സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. അതായത് ഷീലയ്ക്ക് 1 വയസ്സാണെന്നുണ്ടെങ്കിൽ സാബുവിന് 3 വയസ്സായിരിക്കും. അല്ലെങ്കിൽ 3:1 റേഷ്യോ. അതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കേട്ടല്ലോ. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുക? 3:1 അല്ലെങ്കിൽ 3:1 എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതായത് ഷീലയ്ക്ക് 1 വയസ്സാണെന്നുണ്ടെങ്കിൽ സാബുവിന് 3 വയസ്സാണെന്നുള്ള പോലെ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ എത്ര വയസ്സാണ് കൂടുതൽ? 12 വയസ്സ്. ഇപ്പോൾ 12 വയസ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 5 വർഷം മുമ്പുള്ള ഈ 3:1 റേഷ്യോ ഉള്ള സമയത്ത് എത്ര വയസ്സാണ് കൂടുതൽ? അപ്പോഴും 12 വയസ്സ് തന്നെയാണ് കൂടുതലുള്ളത്. മറക്കണ്ട, വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിൽ തരികയാണെങ്കിലും ഈ എത്ര വയസ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് തരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ വയസ്സുകളുടെ വ്യത്യാസമാണ് തരുന്നതെന്ന് മനസ്സിലാക്കുക. അതെന്താണ്? അതെല്ലാ കാലത്തും വ്യത്യാസമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ ചേട്ടന് 10 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് 10 വയസ്സാവുമ്പോൾ അയാൾക്ക് 15 വയസ്സാണ് ആവുക. നിങ്ങൾക്ക് 15 വയസ്സുള്ളപ്പോൾ അയാൾക്ക് 20 വയസ്സാണ് ആവുക. നിങ്ങൾക്ക് 50 വയസ്സുള്ളപ്പോൾ അയാൾക്ക് 55 വയസ്സാണ് ആവുക. വ്യത്യാസം ഇവിടെ ഒക്കെ എന്താണ്? 5 അല്ലേ? അത്രേ മനസ്സിലാക്കാനുള്ളൂ. എന്ത്? വയസ്സുകളുടെ വ്യത്യാസം. ഇപ്പോഴെന്നോ അപ്പോഴെന്നോ ഒന്നുമില്ല. എല്ലാ കാലത്തും വയസ്സുകളുടെ വ്യത്യാസം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം ഇപ്പോൾ 12 വയസ്സ് കൂടുതലാണെങ്കിലും പണ്ടും എത്ര തന്നെയാണ്? 12 വയസ്സ് കൂടുതൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. വയസ്സുകളുടെ വ്യത്യാസം 12 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ വ്യത്യാസം എടുക്കും. ഇവരുടെ വ്യത്യാസം എടുത്തു. 3 1 കുറച്ചു. എത്ര കിട്ടുക? 2. അത് ഈ വ്യത്യാസത്തിനെ കൊണ്ട് ഹരിക്കണം. 12/2 ചെയ്യുക. എന്താ ചെയ്തത്? വ്യത്യാസം, വയസ്സുകളുടെ വ്യത്യാസം 12 വയസ്സാണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? നമ്മുടെ സാബുവിൻ്റെയും ഷീലയുടെയും റേഷ്യോ അനുപാതം എത്രയാണ്? 3 1 അതിൻ്റെ വ്യത്യാസം കൊണ്ട്. വ്യത്യാസം പറഞ്ഞാൽ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 3 1 പോയാൽ 2. ആ 2 കൊണ്ട് ഹരിക്കുക. നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഈ കിട്ടിയ 6നെ ഈ ഷീലയുടെ റേഷ്യോനെ കൊണ്ടും സാബുവിൻ്റെ റേഷ്യോനെ കൊണ്ടും ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 18 6. അപ്പോൾ അവരുടെ വയസ്സുകൾ 5 വർഷം മുമ്പ് 6 വയസ്സും 18 വയസ്സുമാണ്. നമുക്ക് ഇപ്പോഴത്തെ വയസ്സല്ലേ വേണ്ടത്?
ഇപ്പോഴത്തെ വയസ്സല്ലേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആരെ വയസ്സാണ് വേണ്ടേ? ഷീലയുടെ വേണ്ടേ? ഇതാണ് വേണ്ടത് അല്ലേ. ഇപ്പോഴത്തെ വയസ്സ് ഈ 6നോട് എത്ര കൂട്ടിയാലാ? 5 വർഷം മുമ്പാണ് 6. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും? +5 ചെയ്യണം. എത്ര കിട്ടും? 11 വയസ്സ്. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഈ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാമെന്നറിയാം, നമ്മുടെ പ്രീവിയസ്ലി ചെയ്ത ചോദ്യങ്ങളുണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിനെ NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ, സോറി ഞാൻ താഴെ എഴുതാം, NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ. ഹെയ്റ്റിൻ്റെ കോഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ നോക്ക്, എന്താ ഇവിടെ വ്യത്യാസം വന്നേക്കണേ? L കഴിഞ്ഞാൽ MN, ഇവിടെ ഒരു +2 വ്യത്യാസം വന്നേക്കണേ അല്ലേ. O കഴിഞ്ഞാൽ PQ, ഇവിടെ നോക്കുകയാണ് V കഴിഞ്ഞാൽ WX, E കഴിഞ്ഞാൽ FG. എല്ലായിടത്തും എന്താണ്? ഒരു +2 വ്യത്യാസമാണുള്ളത്. തൊട്ടടുത്തതിൻ്റെ അടുത്ത് അല്ലേ. L കഴിഞ്ഞാൽ M ഇല്ല, N ആണ് അടുത്തത്. ഇത് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നോക്ക്, സോറി, തൊട്ടടുത്തത് മാത്രം അങ്ങനെ M ഇല്ല, N അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Hൻ്റെ +2 ചെയ്താൽ എത്രയാ? H കഴിഞ്ഞാൽ IJ, ഓക്കെ ആണല്ലോ. അടുത്ത് നോക്ക്, A കഴിഞ്ഞാൽ B ഇല്ല, C. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസിലേക്ക് ചുരുങ്ങി അല്ലേ. ഇനി അടുത്ത് T കഴിഞ്ഞാൽ U ഇല്ല, V. നമുക്ക് അടുത്തത് JCV. ഏതാ വരുന്നത്? JCV. ഓപ്ഷൻ D ആണ് വരുന്നത്. ഇനി E നോക്കുകയാണെന്നുണ്ടെങ്കിൽ FG. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ്? JCVG, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 1 - 1/2 ഗുണിക്കണം 1/2 കൂട്ടണം 1/2 എന്നാണ് ചോദ്യം തന്നേക്കണേ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഗുണിക്കാനുള്ള പോർഷൻ എടുത്തിട്ട് ചെയ്യാൻ പോവാണ്. 1/2നെ 1/2 കൊണ്ട് ഗുണിക്കണം. ഞാൻ എഴുതുകയാണ്. 1 - 1/2 ഗുണിക്കണം 1/2 കൂട്ടണം 1/2. ആദ്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? 1 - ഈ 1/2 ഗുണിക്കണം 1/2 ചെയ്യണം. ഈ 1/2 ഗുണിക്കണം 1/2 എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ എങ്ങനെയാണ്? ഭിന്നസംഖ്യനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കണം 1/2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് മേലെയും ഗുണിക്കുക, താഴെയും ഗുണിക്കുക. 1 × 1 1, 2 × 2 4, ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി? 1 - 1/4. ഇനി എന്താ? കൂട്ടണം 1/2 ആണുള്ളത്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 നിന്ന് 1/4 കുറച്ചിട്ടുള്ളതും ചെയ്യാം, അല്ലെങ്കിൽ ഈ 1ഉം 1.5 കൂട്ടിയിട്ടുള്ളതും ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 1 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കുറയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? 1/2 1ഉം കൂട്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം. സിമ്പിൾ കാര്യമായതുകൊണ്ട് ഈ 1/2 നിന്ന്, അതായത് ഭിന്നസംഖ്യകൾ മാത്രം നമ്മൾ ആദ്യം ചെയ്യാൻ പോവുകയാണ്. 1 അവിടെ നിർത്തി. ഈ 1/2 പ്ലസ് ആണല്ലോ, ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങൾ നോക്കി, ഇങ്ങനെ എഴുതിയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സാധനങ്ങൾ ഞാൻ അതേപോലെ ഒന്ന് എടുത്തെഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ എഴുതുന്നത്. ഈ കേസ് നമുക്ക് ഇങ്ങനെ 1/2 - 1/4 +1 ഇങ്ങനെ എഴുതിയാലും വ്യത്യാസമില്ല. കാരണം ഈ 1 എന്ന് പറഞ്ഞാൽ +1 ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ +1 എന്ന് എഴുതിയിരിക്കണം കേട്ടല്ലോ. ഇങ്ങനെ എഴുതിയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. -1/4. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? അരയിൽ നിന്ന് 1/4 കുറയ്ക്കാൻ പോവാം. അരയിൽ നിന്ന് 1/4 കുറയ്ക്കാൻ പോവാം. അപ്പോൾ അരയിൽ നിന്ന് 1/4 കുറച്ചാൽ എത്ര കിട്ടുക? 2 രീതിയിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 കുറയ്ക്കണം 1/4 ചെയ്താൽ എന്താണ്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 - 2 ഡിവൈഡഡ് ബൈ 2 × 4 8. എത്ര കിട്ടുക? 2/8 എന്ന് കിട്ടി. ചെയ്താൽ 1/4 എന്നായി. അപ്പോൾ നമുക്ക് 1 + 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 1/4 എന്ന് തന്നെ എഴുതാം അല്ലേ. മിശ്രഭിന്നമായിട്ട് നമുക്ക് എഴുതാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1/4 ആണ്. സിമ്പിൾ ചോദ്യമാണല്ലോ. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെ അല്ലാതെ ഇത്ര കഷ്ടപ്പെടാതെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഈ 1 കുറയ്ക്കണം 1/2 ഗുണിക്കണം 1/2 അത് ചെയ്യാൻ പഠിക്കണം. അതെന്താണ്? 1 - 1/4 + 1/2 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തി.
ഇനി നോക്ക്, അരയുണ്ട്, കാലുണ്ട്. അരയിൽ നിന്ന് കാല് പോയാൽ എത്രയായിരിക്കും? അരയിൽ നിന്ന് കാല് പോയാൽ എത്രയായിരിക്കും? കാലായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് കാല് പോയാൽ എത്രയായിരിക്കും? ഒന്നിൽ നിന്ന് കാല് പോയാൽ എത്രയായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് മൊത്തത്തിൽ 1. ഇതിനെ ഇപ്പോൾ 4 ഭാഗമാക്കിയിട്ട് ഇതിലൊരു കാല് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 3. 1 2 3 മുക്കാൽ. ഇതൊക്കെ നിങ്ങൾ കാണാതെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല, ഇതൊക്കെ മനസ്സിലാവണം. ഒന്നിൽ നിന്ന് കാല് പോയാൽ മുക്കാലാണ്. അരയിൽ നിന്ന് കാല് പോയാൽ കാലാണ്. മുക്കാലിൽ നിന്ന് അര പോയാൽ കാലാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതേപോലെ 1/2 1/3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 5/6. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഒരു വഴിയില്ല. ഇതിപ്പോൾ പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ ആദ്യം അങ്ങനെ പഠിച്ചു നോക്കുക. അരയിൽ നിന്ന് കാല് പോയാൽ കാല്, ഒന്നിൽ നിന്ന് അര പോയാൽ അര. സാധാരണ അത്രയല്ലേ, 1 കിലോന്ന് 1/2 കിലോ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 1/2 കിലോ. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ വ്യത്യാസം വരരുത്. അതായത് ഈ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ് എന്ന് മനസ്സിലാക്കുക. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ് എന്ന് മനസ്സിലാക്കുക. 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ് എന്ന് മനസ്സിലാക്കുക. ഈ 1 എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലങ്ങളെ ഒന്ന് സമീപിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്തായിരിക്കും, ഈസി ആയിട്ട് കാര്യങ്ങൾ മാറും. ഞാനിത് സാധാരണ കാര്യം പറയാം. നോക്ക്, 1ൽ നിന്ന് കാല് കുറയ്ക്കണം. 1 കാല് കുറച്ചാൽ എത്രയാ? മുക്കാല്. കൂട്ടണം ആരുണ്ട്? ഒരരയുണ്ട്. മുക്കാലും അരയും കൂട്ടിയാൽ എത്രയാ? 1/4. 1/4. മുക്കാലും അരയും കൂട്ടിയാൽ 1/4. അങ്ങനെ ഒന്ന് കണക്ക് പഠിച്ചു നോക്ക്, കുറച്ചുകൂടി രസം ഉണ്ടാവും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതെന്നാണ്? AZBYCXDW. ഇത് ഞാനൊന്ന് വരച്ചിട്ട് എഴുതിയിട്ട് കാണിച്ചു തരാം. ഇതാക്കുന്നു, നോക്കിക്കേ. എപ്പോഴും ഈ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അതായത് ABCDEF അങ്ങനെ എഴുതിയിട്ട് M വരെ വന്നതിന് ശേഷം താഴെ N എഴുതിയിട്ട് ഇങ്ങോട്ട് എഴുതി ശീലിക്കുക കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ നമ്പർ ഇടുക, 1 2 3. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ചിങ്ങനെ ഇട്ട് പോവുക. എന്നിട്ട് അതേപോലെ തിരിച്ചു ഇട്ട് വെക്കുക. എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല സാറുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങനെ എഴുതിയാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ബാക്കിൽ എഴുതി വെക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമേ. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, അതൊന്ന് മനസ്സിലാക്കി വെച്ച് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കൂടുതലും എഴുതിയിട്ടുണ്ടായിരുന്നത് പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്ക് എന്താ? AZ, അടുത്തത് BY, CX, DW, അടുത്ത എന്തായിരിക്കും? EV. ഓപ്ഷൻ C EV ആയിരിക്കും വരിക. അങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഇതേ മോഡലിൽ വന്ന വേറൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, അതും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യം അല്ലേ. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിനൊരു ഓർഡർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നേക്കുന്ന സാധനങ്ങളെല്ലാം ഉള്ളത് അനാലിസിസ്, റീസണിങ്, അതിൻ്റെയൊക്കെ ലോജിക്കൽ വശങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഓർഡർ കേട്ടോ. അതായത് അനാലിസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോജിക്കൽ പ്രോഗ്രഷൻ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലോജിക്കൽ പ്രോഗ്രഷനിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കണക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അനാലിസിസും റീസണിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇതിനു മുമ്പ് കണ്ട് പരിചയമില്ലാത്തതാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ല എങ്കിൽ അടിക്കാൻ നിൽക്കാണ്ടാത്ത ഒരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ എന്തൊരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. ഒബ്സർവേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? മൂന്നാമത്തതാണ് ആദ്യമുള്ളത്. മൂന്നാമത്തതുള്ളത് 2 ഉണ്ട് അല്ലേ. എയും ബിയും മൂന്നാമത്തത് തുടങ്ങുന്നതാണ്. അടുത്തത് നമ്മൾ ആദ്യം ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ചെയ്യേണ്ടത് അതിനെ കമ്പയർ ചെയ്യുകയാണ് വേണ്ടത്. കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും എന്താണ്? ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ
സിമിലാരിറ്റീസും ഡിഫറൻസസും ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ കമ്പാരിസൺ ആണ് രണ്ടാമത് വരേണ്ടത്. അതേതാ? താരതമ്യപ്പെടുത്തൽ അല്ലേ? അതാണെന്ത് രണ്ടാമത് വരേണ്ടത്. താരതമ്യപ്പെടുത്തലാണ് രണ്ടാമത് വരേണ്ടത്. നോക്ക്, ഒന്നാണ് അല്ലേ? അതെവിടെയാ? ദേ ഇവിടെ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്കത് ഉത്തരം അടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഓർഡർ ഞാൻ പറയാം. ആദ്യം എന്ത് ചെയ്തു? നമ്മൾ നിരീക്ഷണം നടത്തി, അതിനുശേഷം താരതമ്യം നടത്തി, അതിനുശേഷം നമ്മൾ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തണം. നമ്മൾ എന്ത് ചെയ്യും? കമ്പാരിസൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപഗ്രഥനം നടത്തും. അതായത് ഈ ക്ലാസിഫിക്കേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപഗ്രഥനം നടത്തും. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്താം എന്നൊക്കെ നോക്കും. അപ്പോൾ ഇതെന്ത് വരും? നാലാമതായിട്ട് വരും. ഇനി ഏറ്റവും അവസാനം, അത് നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും അല്ലേ? ഏറ്റവും അവസാനം എന്താ വരിക? ദേ അഞ്ചാമതായിട്ട് ഏറ്റവും അവസാനം നിഗമനം ആണ് വരിക. ഡിഡക്ഷനിലേക്ക് നമ്മൾ എത്തും അല്ലേ? കൺക്ലൂഷനിലേക്ക്, ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് നമ്മൾ അവസാനം എത്തും. അതാണ് നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയല്ലോ. എന്താണ്? ആദ്യം നിരീക്ഷണം, പിന്നെ താരതമ്യം, പിന്നെ വർഗീകരണം, അതിനുശേഷം അപഗ്രഥനം, പിന്നീട് ഏറ്റവും അവസാനം നിഗമനം. ആദ്യം നിരീക്ഷണം, അവസാനം നിഗമനം. നിഗമനം, നിരീക്ഷണം, നിരീക്ഷണം, നിഗമനം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ 6, 63, 67, 71, 73 ചെയ്ത ചോദ്യമാണ്. ഞാൻ കുറേ തവണ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ആ ഒരു ഐഡിയയും ഒരു അടിപൊളി ടിപ്പും ട്രിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇങ്ങനെ ഒറ്റയാൻ എന്നൊക്കെ ചോദിച്ചാൽ കൂടുതൽ കേസുകളിലും എന്തായിരിക്കും? ഏറ്റവും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇരട്ടസംഖ്യ ആയിരിക്കും. കൂടുതൽ കേസുകളിലും എന്തായിരിക്കും? പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ, അതായിരിക്കും കൂടുതലും PSC ചോദിക്കാറുള്ളത്. ആണല്ലോ? 63 ഒരു പ്രൈം നമ്പർ അല്ല. 63 ഒരു പ്രൈം നമ്പർ അല്ല. 9×7 63 ആണ്. അതുപോലെ 1×63 ഉണ്ട്. അപ്പോൾ എന്തായാലും 63 ഒരു പ്രൈം നമ്പർ അല്ല, നമുക്ക് മനസ്സിലായി. 67ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. 71ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. 73ൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. പക്ഷേ 63 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ള ആരാ? 63. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ എ 63 ആണ്. ഇനി ഞാൻ പറഞ്ഞു ഈ 67, 71, 73 എങ്ങനെ പെട്ടെന്ന് എനിക്ക് പ്രൈം നമ്പറാണെന്ന് മനസ്സിലായി. നോക്ക്, 67 ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 3ഉം അല്ലാത്ത പ്രൈം നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? 6ൻ്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയതോ അല്ലെങ്കിൽ 1 കുറച്ചതോ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞ ടിപ്പ അല്ലേ? പറഞ്ഞ ടിപ്പ. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അതും ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അത് കാണാത്തവരത് കാണാം. നോക്ക്, 67 പ്രൈം നമ്പർ ആണോ നോക്കാൻ. അതിൻ്റെ അടുത്തുള്ള ഗുണിതം എന്ന് പറയുന്നത് 6ൻ്റെ ഗുണിതം 66. 66 + 1 ആണ് 67 അല്ലേ? അപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണ്. സിമ്പിൾ സാധനം. ഇത് നോക്ക്, 71ൻ്റെ അടുത്തുള്ള 6ൻ്റെ ഗുണിതമാണ് 72. 71ൻ്റെ അടുത്തുള്ള 6ൻ്റെ ഗുണിതമാണ് എന്ത്? 72. 72 1 കുറയ്ക്കുന്നതാണ് 71. അപ്പോൾ അതും ഒരു പ്രൈം നമ്പറാണ്. പെട്ടെന്ന് കിട്ടാനുള്ള ട്രിക്കാണ് പറയുന്നത്. ഇതാകുന്ന 72നോട് 1 കൂട്ടുന്നതാണ് എന്ത്? 73. അതും ഒരു പ്രൈം നമ്പറാണ്. സിമ്പിളായിട്ട് പ്രൈം നമ്പേഴ്സ് കിട്ടുന്ന കണ്ടോ? സിമ്പിളായിട്ട് കിട്ടുന്ന കണ്ടോ? ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 60 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60ൻ്റെ മേലെയുള്ളത് 61, 1 കൂട്ടിയാൽ 1 കുറച്ചാൽ 59. നോക്ക്, പ്രൈം നമ്പർ അല്ലേ? 61 പ്രൈം നമ്പർ അല്ലേ? 59 പ്രൈം നമ്പർ അല്ലേ? മനസ്സിലായോ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്ത്? 5 അവസാനം വരുന്ന സംഖ്യകൾ പറ്റില്ല, കാരണം 65 ഒന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. സിമ്പിളായിട്ട് പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 6k ± 1 ആയിരിക്കും പ്രൈം നമ്പർ. 2ഉം 3ഉം ആദ്യം ഉണ്ട്. അതിന് ശേഷമുള്ള പ്രൈം നമ്പേഴ്സൊക്കെ എന്ന് പറയുന്നത് 6 ഗുണിക്കണം ഏതെങ്കിലും ഒരു സംഖ്യ
കൂട്ടണം 1 കുറയ്ക്കണം 1. അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളായിരിക്കും എന്ത് പ്രൈം നമ്പേഴ്സ് എന്ന്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന സംഖ്യകളാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ 16ാമതാണ് നിൽക്കുന്നത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ 16ാമതാണ് നിൽക്കുന്നത്. ഫാത്തിമ എന്താണ് പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ എത്രാമതാണ് നിൽക്കുന്നത്? 38ാമതാണ് നിൽക്കുന്നത്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 38ാമതാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഫാത്തിമ ഫ്രണ്ടിൽ നിന്ന് എത്രാമതായിരിക്കും? പുറകിൽ നിന്ന് 38ാമതാണെന്നുണ്ടെങ്കിൽ ഫാത്തിമ മുൻഭാഗത്തു നിന്ന് എത്രാമതായിരിക്കും? അതാദ്യം നോക്കാലോ. അത് കണ്ടുപിടിക്കാൻ ആകെ കുട്ടികളുടെ എണ്ണമായ 50ൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഫാത്തിമയുടെ 38 കുറയ്ക്കാം. കഴിഞ്ഞോ? ഇല്ല. +1 ചെയ്യണം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. 50ൽ നിന്ന് 38 പോയാൽ 12 +1 13. അപ്പോൾ ഫാത്തിമയുടെ സ്ഥാനം മുൻഭാഗത്തു നിന്ന് എത്രാമതാ? 13ാമതാണ്. നമ്മുടെ രാഹുലിൻ്റെ സ്ഥാനം എത്രാമതാ? 16ാമതാണ്. ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചേക്കണേ. ഒരു 14ാമനുണ്ട്, ഒരു 15ാമനുണ്ട്. എത്ര പേരാ? 1 2 2ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. 2ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിമ പുറകിൽ നിന്ന് 38ാമതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫാത്തിമ മുന്നിൽ നിന്ന്, വരിയുടെ മുന്നിൽ നിന്ന് എത്രാമതാണ് എന്ന് കണ്ടുപിടിക്കുക. കാരണം നമുക്ക് വേറൊരാൾ മുന്നിൽ നിന്ന് എത്രാമതാണെന്ന് അറിയാലോ. എന്നിട്ട് അവരുടെ ഇടയിൽ എത്ര ആളുണ്ട് നോക്കിയാൽ മതി. സിമ്പിൾ ചോദ്യമല്ലേ, പക്ഷേ തെറ്റാൻ സാധ്യതയുണ്ട്, നോക്കി ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അത് ഞാൻ എന്ത് ചെയ്യാം? വരച്ച് അതിൻ്റെ കൂടെ തന്നെ വരയ്ക്കാം കേട്ടോ, അതല്ലേ നല്ലത്. അപ്പോൾ ആദ്യം ലാസ്റ്റത്തെ ഭാഗം മാത്രം നോക്കുക ചോദ്യം കാണുമ്പോൾ. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൂരം ഓപ്ഷൻ നോക്കുമ്പോൾ ദൂരവും കാണണം, അതുപോലെ തന്നെ ദിശയും കാണണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ വടക്ക് നോക്കി യന്ത്രം വരച്ചു അല്ലേ. അപ്പോൾ മേലെ എന്താണ്? വടക്കാണ്, താഴെ തെക്കാണ്, വലതുവശത്ത് കിഴക്കാണ്, ഇടതുവശത്ത് പടിഞ്ഞാറാണ്. ഇതാദ്യം ഒന്ന് വരച്ചു വയ്ക്കുക. ചോദ്യം കിട്ടുമ്പോഴേ ആദ്യം ഒന്ന് വരച്ചു വയ്ക്കുക. ഇനി നോക്ക്, ഒരാൾ വീട്ടിൽ നിന്ന്, ആ വീട് ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്ക് എവിടെയാ? താഴേക്കാ. 12 കിലോമീറ്റർ താഴോട്ട് പോയി. ഓക്കെ, കുറച്ച് ചെറുതാക്കി വരയ്ക്കാം. 12 കിലോമീറ്റർ താഴോട്ട് പോയി. ഇനി എന്താ പറഞ്ഞേക്കണത്? അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? 7 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. എന്നിട്ടോ തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട്. 4 കിലോമീറ്റർ വലത്തോട്ട്, 4 കിലോമീറ്റർ വലത്തോട്ട് പോയി. ഇനിയോ അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ നടന്നു. നോക്ക്, ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചതുരമായല്ലോ. ഇത് 7, ഇത് 7, ഇത് 4 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഈ 12ഉം 4ഉം കൂട്ടിയാൽ മൊത്തത്തിൽ ഇയാൾ നടന്നേക്കുന്നത് 16 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരേക്ക് എത്രയാ? 16 കിലോമീറ്റർ ആണ്. അപ്പോൾ അയാളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വീടാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അയാളുടെ സ്ഥാനം 16 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി. ഏത് ദിശയിലാ? തെക്ക് ദിശ, താഴെ തെക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, 16 കിലോമീറ്റർ തെക്ക്. സിമ്പിൾ ചോദ്യമല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണ്. അപ്പോൾ ഞാൻ ഡിനെ ഏറ്റവും മേലെ എഴുതി കേട്ടോ. ഇനി ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം എന്താ? ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. എന്താണ്? എയേക്കാളും ഡിയേക്കാളും കുറവാണ് ആര്? ബിയുടെ ഭാരം. അപ്പോൾ അതാക്കുന്ന എയും ഡിയും ഉണ്ട് ഇവിടെ. അതിൻ്റെ താഴെയാണ് ആര്? ബി എന്ന് പറയുന്നത്. അതല്ലേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞു അല്ലേ. ഇനി നോക്ക്, ഇവിടെ വരെ കഴിഞ്ഞു. ഇനി നോക്ക്, ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും, ഇയുടെ ഭാരം
സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പോൾ ബിയുടെ താഴെയാണ് ആര് വരുന്നത്? ഇ വരുന്നത്. എന്താണ്? ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇയുടെയും താഴെയാണ് ആര് വരുന്നത്? സി വരുന്നത്. കാരണം ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്, ബിയേക്കാൾ കുറവാണ്. കറക്റ്റ് ആണല്ലോ. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണ്. നമ്മൾ ആദ്യം വരച്ചു വെച്ചു. ഏറ്റവും കുറവ് ഭാരം ആർക്ക്? അതെ, ഏറ്റവും താഴെ ആരാ? ഓപ്ഷൻ സി, സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. എ ബി സി എന്ന് പറയുന്നത് 6, ബി സി ഡി എന്ന് പറയുന്നത് 9 എങ്കിൽ സി ഡി ഇ എത്രയാണ്? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? നമ്മൾ നേരത്തെ വരച്ച ചിത്രം ഉണ്ടല്ലോ, ആ എ ബി സി ഡി എന്ന് എഴുതിയ അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ കേട്ടോ. എങ്കിൽ കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് എക്ക് നേരെ എന്ത് ചെയ്യാണ്? 1 എന്നുള്ള വാല്യൂ, ബിക്ക് എന്താണ് 2, സിക്ക് എന്താണ് 3, ഡിക്ക് എന്തായിരിക്കും അപ്പോൾ 4, ഇക്ക് എന്തായിരിക്കും 5. അങ്ങനെയാണ് പോണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞാൽ എക്ക് 1 കൊടുത്താൽ ബി ഞാനതെ എ ബി സി എത്രയാണ്? എക്ക് 1 കൊടുക്കുന്നു, ബിക്ക് 2 കൊടുക്കുന്നു, സിക്ക് 3 കൊടുക്കുന്നു. ഇതെല്ലാം കൂട്ടിയാൽ എത്രയാ? 6. അതല്ല എ ബി സി ഈക്വൽ ടു 6 തന്നേക്കണേ. ഇനി നോക്ക് ബി സി ഡി എത്രയാണ് നോക്ക്. ബിക്ക് എത്രയാ? 2 കൊടുത്തിരിക്കുന്നു, സിക്ക് എത്രയാ? 3 വാല്യൂ, ഡിക്ക് എത്രയാ? 4 വാല്യൂ. 5 4 9. അപ്പോൾ ഇതും കറക്റ്റ് അല്ലേ? അപ്പോൾ അതാണ് രീതി എന്ന് മനസ്സിലായി. അപ്പോൾ സി ഡി ഇ എത്രയായിരിക്കും നോക്കാം. സി 3 അല്ലേ പ്ലസ് ഡി 4 അല്ലേ പ്ലസ് ഈ 5 അല്ലേ, കൂട്ടിയാൽ എത്ര കിട്ടുക? 7 5 12. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇനിയും ക്ലാസ്സുകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരാളെ മാത്രം എപ്പോഴും നോക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ കൂട്ടി പഠിക്കാൻ ശ്രമിക്കുക. നല്ലപോലെ പഠിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ ജോലി കിട്ടും കേട്ടോ. എന്തായാലും കിട്ടും, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വർക്ക് ചെയ്താലേ, അതായത് കഷ്ടപ്പെട്ട് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് എന്ത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് ഒരു കാലത്ത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്നിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരിക്കലും വിചാരിച്ച് വിഷമിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നേ. നിങ്ങളാരും അങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുക, ജോലി കിട്ടട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തോടുള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.